ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഒരു ചോദ്യം: കുരിശും കൊന്തയും ഒരു വ്യക്തിയെ യഥാർത്ഥ ക്രിസ്ത്യാനിയാക്കുമോ? പക്ഷെ നമുക്ക് തോന്നിയേക്കാം ചില കാര്യങ്ങൾ, ഭക്താഭ്യാസങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൈവശം വെക്കാവുന്ന, ഉപയോഗിക്കാവുന്ന പല കാര്യങ്ങളുണ്ട്. അതിലൂടെ നമ്മളൊരു ക്രിസ്ത്യാനി ആയിക്കൊള്ളും എന്ന ആ ഒരു വിചാരം. ജ്ഞാനസ്നാനം സ്വീകരിച്ചു എന്ന് വിചാരിച്ചു പോലും ജ്ഞാനസ്നാന വെള്ളം വീണതിൻ്റെ പേരിൽ യഥാർത്ഥ ക്രിസ്ത്യാനി ആകണമെന്നില്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. 2 വചനഭാഗങ്ങൾ എടുത്താൽ ഈ ഒരു യാഥാർത്ഥ്യം വ്യക്തമായിട്ട് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഗലാത്യർ 4:6, റോമാലേഖനം 8:9. ഈ 2 വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് ഭക്താഭ്യാസങ്ങൾ ഉള്ള ഒരു വ്യക്തിയെന്ന് കരുതപ്പെട്ടിരുന്നൊരു സ്ത്രീയെക്കുറിച്ച് ചിലർ അടുത്തറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരൊരു കമൻറ്റ് പാസ്സാക്കി. ഈ സ്ത്രീയുടെ കഴുത്തിൽ കൊന്തയുണ്ട്, വെന്തിങ്ങുണ്ട്, അതുപോലെ കഴിഞ്ഞിട്ട് മറ്റൊരു കൊന്ത കൈത്തണ്ടയിൽ ചുറ്റിയിട്ടിട്ടുണ്ട്. ഇതുപോലെ കുറേ കാര്യങ്ങൾ, കൈനീളമുള്ള വെള്ള ഡ്രസ്സ്, ഇങ്ങനെ പല രീതിയിൽ ആര് കണ്ടാലും നല്ല പ്രാർത്ഥനക്കാരി എന്ന് പറഞ്ഞു പോകും. പക്ഷെ അവരെ അടുത്തറിഞ്ഞ ഒരു വ്യക്തി ഒരു കമൻറ്റ് പാസ്സാക്കി, ഒരല്പം ഉടായ്പാണോ ഈ വ്യക്തിയെന്ന് ഒരു സംശയമെന്ന്. വേണമെങ്കിൽ നമുക്കിങ്ങനെ ബാഹ്യഭാവം കൊണ്ട് നല്ല പ്രാർത്ഥനക്കാരെന്നോ നല്ല വ്യക്തിയെന്നോ നമുക്ക് നടിക്കാൻ പറ്റും. പക്ഷേ നമ്മെ അടുത്തറിയുന്ന വ്യക്തികൾ, അവർക്കാണ് ശരിയായിട്ട് നമ്മെ ഒരു വിലയിരുത്താൻ പറ്റുക. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശരിക്കും നമ്മൾ ദൈവത്തിൻ്റെ കണ്ണുകളിൽ ആരാണ്, ദൈവം നമ്മെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക എന്നുള്ളത്. നമുക്കിത് മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ബാഹ്യഭാവം നമ്മുടെ ഉള്ളിലിരിപ്പ് പുറത്ത് കൊണ്ടുവരും എന്ന് സൂചിപ്പിക്കുന്ന ചില വചനങ്ങളുണ്ട്. ബാഹ്യഭാവം കണ്ടാൽ മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റും. ബാഹ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ള് വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാകാം. പ്രഭാഷകൻ്റെ പുസ്തകം 19, 29, 30 വചനങ്ങൾ ഈ ഒരു കാര്യത്തിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന 3 കാര്യങ്ങൾ: നിൻ്റെ വേഷം, ചിരി, നടപ്പ്. ഈ 3 കാര്യങ്ങൾ നിൻ്റെ സത്വം വെളിപ്പെടുത്തും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ള് പുറത്തേക്ക് വരുന്നതാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലൂടെ. എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്ക് ഒരു ആത്മീയതയിൽ വളരുവാനായിട്ട്, മറ്റുള്ളവർക്ക് ഉതപ്പ് കൊടുക്കുന്നതിനേക്കാൾ ഒരു സന്മാതൃക നൽകുന്നതിന് ഈ കാര്യങ്ങളെല്ലാം ഉപകരിക്കും എന്നുള്ളതാണ് ആ വചനഭാഗത്തിൻ്റെ സന്ദേശം. സുഭാഷിതങ്ങൾ 27:19 എടുത്താലോ, വെള്ളത്തിൽ മുഖം പ്രതിബിംബിക്കുന്നത് പോലെ ഒരു വ്യക്തിയുടെ മനസ്സ് അവരെ തന്നെ വെളിപ്പെടുത്തും. ഇവിടെ നമ്മുടെ ചിന്തകൾ, മനോഭാവം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മെ തന്നെ വെളിപ്പെടുത്താൻ ശക്തിയുള്ളതാണ് എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 13:25 കൂടി എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഹൃദയവും മുഖവും തമ്മിൽ വലിയ ഒരു ബന്ധമുണ്ട്. അതുകൊണ്ടാണ് നിൻ്റെ മുഖത്ത് പ്രകടമാകുന്നത് നിൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥയ്ക്കനുസരിച്ചാണ്. നന്മയും തിന്മയും ഹൃദയത്തിൽ ഉണ്ടാകാം. നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അത് നിൻ്റെ മുഖത്ത് പ്രകടമാകും എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ബാഹ്യഭാവം കണ്ട് മനുഷ്യരെ വിധിക്കരുതെന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വചനം നമ്മെ നിർദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്. ഒരാളുടെ ബാഹ്യഭാവം കണ്ടോ ഉടനെ നമ്മൾ അതിൻ്റെ വെളിച്ചത്തിൽ ഒരാളെ വിധിക്കരുത് എന്നുള്ളത്. പ്രഭാഷകൻ 6:8 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, സൗകര്യം നോക്കി സൗഹൃദം നടിക്കുന്ന വ്യക്തികളുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ നടിക്കുന്ന വ്യക്തികളെ നമ്മൾ വിശ്വസിക്കരുത് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. മത്തായി 23:25 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, കപടനാട്യക്കാർ പാത്രത്തിൻ്റെ പുറം വെടിപ്പാക്കും, ഉള്ള് മലിനമായിരിക്കും. അത് 23:27 വായിച്ചാൽ ഈ വെള്ളയടിച്ച കുഴിമാടത്തെ പോലെ ആ കപടനാട്യക്കാരെക്കുറിച്ച് കർത്താവ് അവിടെ സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പുറമെയെല്ലാം നല്ല നീറ്റാണ്, പക്ഷേ ഉള്ള് മലിനമാണ് എന്നുള്ളത് കർത്താവ് വചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സുഭാഷിതങ്ങൾ 26:23 വചനം കൂടി എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, മലിനഹൃദയം മറച്ചു വെച്ച് വേണേൽ മധുര വാക്കുകൾ പറയാൻ പറ്റും. അപ്പം അങ്ങനെയുള്ളവരുടെ ബാഹ്യഭാവവും ഉള്ളും വ്യത്യസ്തമായിരിക്കാം. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുക. നമുക്ക് കാണാൻ സാധിക്കും. ഏതാനും വചനങ്ങൾ കൂടി എടുക്കുകയാണെങ്കിൽ ആ വചനങ്ങളുടെ സന്ദേശം ഇതാണ്: പ്രവൃത്തിയില്ലാതെ സംസാരിക്കുന്നവരെ നമ്പരുത് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്ക് വിശ്വസിച്ച് ഏറ്റെടുക്കാൻ പറ്റുന്നത് പ്രവൃത്തിയും സംസാരവും ഒരു ഐക്യത്തിൽ പോകുന്ന വ്യക്തികളെയാണ്. യോഹന്നാൻ 2:23 വായിച്ചാലോ, അടയാളങ്ങൾ കണ്ടിട്ട് യേശുവിൽ ആശ്രയിച്ച വ്യക്തികളെ യേശു വിശ്വസിച്ചില്ല എന്നുള്ളത് അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. മർക്കോസ് 12:34 വായിച്ചാൽ ഒരു ചെറുപ്പക്കാരൻ വളരെ സ്മാർട്ടായിട്ട് വർത്താനം പറഞ്ഞു. അവൻ പല കാര്യങ്ങൾ ചെയ്യുന്നവനായിരുന്നു. അവൻ ബുദ്ധിപൂർവ്വം സംസാരിച്ചു. അത് കണ്ടിട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യം, നീ സ്വർഗരാജ്യത്തിൽ നിന്ന് വിദൂരത്തല്ല, സ്വർഗരാജ്യത്തിൽ എത്തിയെന്ന് പറഞ്ഞില്ല. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ലൂക്ക
22, 23 വചനങ്ങൾ വായിക്കുമ്പോൾ വളരെ സ്മാർട്ടായിട്ട് വർത്തമാനം പറഞ്ഞൊരു ചെറുപ്പക്കാരൻ. അവൻ ചെറുപ്പം മുതലേ കൽപ്പനകൾ പാലിച്ചു പോന്നവൻ. അവനോട് കർത്താവ് ആവശ്യപ്പെട്ട ഒരു കാര്യം, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുക, എങ്കിൽ നിനക്ക് സ്വർഗത്തിൽ വലിയ സമ്പത്തുണ്ടാവും. പക്ഷെ അവന് അത് ചെയ്യാൻ പറ്റിയില്ല. സംസാരിക്കുന്നതിൽ അവൻ വളരെ സ്മാർട്ടായിരുന്നു, പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞപ്പോൾ അതിൽ പരാജയം സംഭവിച്ചു എന്നുള്ളത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. മത്തായി 21:28 മുതൽ വായിക്കുമ്പോഴോ 2 പുത്രന്മാരുടെ ഉപമ. ഞാൻ പോകാം ചെയ്യാം എന്ന് പറഞ്ഞവനല്ല പോയി പ്രവർത്തിച്ചത്. അപ്പം സംസാരത്തേക്കാൾ പ്രവർത്തിക്കുന്നതാണ് പ്രധാനപ്പെട്ടത് എന്ന് ഈ ഉപമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു വ്യക്തി യഥാർത്ഥ ക്രിസ്ത്യാനി ആകണമെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ഏതാനും ചില വചനങ്ങൾ എടുക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം. റോമ 8:9 വചനം, യേശുവിൻ്റെ അതേ ആത്മാവ് നിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ യേശുവിനുള്ള വ്യക്തി, നീ യഥാർത്ഥ ക്രിസ്ത്യാനി. അതല്ലാതെ ഒരു കുരിശും കൊന്തയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനികളാവണമെന്നില്ല. അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് യേശു ക്രിസ്തുവിൻ്റെ അതേ ആത്മാവ് നിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. യോഹന്നാൻ 15:12 വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കണം, പരസ്പരം സ്നേഹിക്കണം. ആ സ്നേഹമില്ലാതെ നമ്മൾ ക്രിസ്തുവിൻ്റെ ശിഷ്യരോ ക്രിസ്ത്യാനിയോ ആകില്ല എന്നുള്ളത് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 34-35 വചനങ്ങൾ വായിക്കുമ്പോഴും അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമാണ്. ഫിലിപ്പിയർ 2:5 വായിച്ചാൽ യേശുക്രിസ്തുവിൻ്റെ അതേ മനോഭാവം ഉള്ളവരാണ് യേശുക്രിസ്തുവിനുള്ളവർ. ഗലാത്യർ 6:17 വായിച്ചാലോ യേശുവിൻ്റെ അടയാളങ്ങൾ ശരീരത്തിൽ സംഭവിക്കുന്നവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ. പ്രഭാഷകൻ 44:20 വചനം വായിച്ചാൽ അബ്രാഹത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. അബ്രാഹം സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചുവെന്ന്. എന്നിട്ട് അവൻ കഷ്ടതയുടെ കാലത്തും അവന് ശ്രദ്ധാപൂർവം ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചു. ഇത് തന്നെയാണ് 1 മക്കബായർ 2:53 വായിച്ചാലും പഴയ നിയമത്തിലെ ജോസഫിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. കഷ്ടതയുടെ നടുവിലും കൽപ്പനകൾ ശ്രദ്ധാപൂർവം പാലിച്ചു, അതുകൊണ്ട് അവനെ ദൈവം വലിയ സ്ഥാനത്തേക്ക് ഉയർത്തി. ഒരു മനോഭാവം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി നമുക്ക് ഈ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. കപടനാട്യക്കാരുടെ മാനസാന്തരം ഒരു കോമൺ നിയോഗമായി വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഉത്ഥാന ലഹരിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരികയും പാപത്തിൽ വീഴാതെ ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ഉത്ഥാനം ചെയ്ത യേശുവേ, അങ്ങയോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാനും ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുന്നവരാകാനും ഞങ്ങൾക്ക് വരമരുളണമേ. ആമേൻ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിച്ച് ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ, അവയെല്ലാം ഞങ്ങൾക്ക് നടത്തി തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.